ഒരു ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ വൈകുന്നേരം എന്തായാലും ഈ കോർണർ ഒന്ന് സെറ്റ് ചെയ്യാന്ന് കരുതി. ഗ്രീനറിയും ഫെയറി ലൈറ്റ്സും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ആദ്യം അത് സെറ്റ് ചെയ്തു. ഇവിടെ വാളിലൊന്നും ആണിയോ ടേപ്പോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഹാങ്ങിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. വാങ്ങിയ ലൈറ്റിന് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടു. പരിപാടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി ഓർഗനൈസിംഗ് ആണ്. ഇനി മുതൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്. സാധനങ്ങളൊക്കെ വെറുതെ ഡെക്കോർ ആയിട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഫംഗ്ഷണൽ ആയിട്ട് ഇരിക്കണമെന്നതാണ് മെയിൻ. എന്റെ കയ്യിൽ ഓൾറെഡി കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് തന്നെയാണ് ഇതിൽ വെക്കുന്നത്. പിന്നെ ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു കുട്ടി ഓർഗനൈസർ ആണ്. അതിൽ കുറച്ച് സ്കെച്ച് പെൻസ്, പെയിന്റ്സ് ഒക്കെയാണ് വെച്ചത്. ഇത് കൂടാതെ ബോക്സുകളിലും ഡ്രോയേഴ്സിലും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ ക്രോഷേ നീഡിൽസും റിങ്ങും ഒക്കെ വെച്ചു. ഇതെനിക്ക് കിട്ടിയ ഹാൻഡ് മെയ്ഡ് സെറാമിക്സ് ആണ്. ഈ കാണുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബ്രഷ് ഹോൾഡർ ആണ്, പെയിന്റിംഗ് ബ്രഷസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട്. എനിക്ക് ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു വിന്റേജ് ബോക്സ് ആണ്, സ്കോട്ട്ലൻഡ് ഗ്ലാസ് പെയിന്റിംഗ് എന്തോ ആണ്. ഞാനിപ്പോ ലൈറ്റ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യും. ഇത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ആണ്. പിന്നെ ഈ ബോക്സിൽ കുറച്ച് ടൂൾസ് ഉണ്ട്. ഈ ഗ്ലാസ് ടേബിൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതെന്റെ ഡെസ്ക് ഫ്രണ്ട് ലൂമി. സ്ഥലപരിമിതി കാരണം തൊട്ടടുത്ത ടേബിളിലാണ് ബാക്കി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ആർട്ട് ഐറ്റംസ്, ഡയറീസ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്രോഷേ ഹോൾഡർ. ഇതാണ് ഫൈനൽ ലുക്ക്. എന്റെ മൂഡ് അനുസരിച്ച് ഞാൻ കുറച്ച് വാം ലൈറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്, കാൻഡിൽസ്, ടേബിൾ ലാമ്പ് അങ്ങനെയൊക്കെ. മെയിൻ റൂം ലൈറ്റ് ഓഫ് ചെയ്താൽ ഇതാണ് ലുക്ക്. എങ്ങനെയുണ്ട്?